എന്തായാലും ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ വർഷങ്ങളായി ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആഭ്യന്തര പ്രശ്നവും പട്ടിണിയും പരിവട്ടും സാമ്പത്തിക തകർച്ചയും എല്ലാം നടക്കുമ്പോഴും ഭീകരവാദത്തെ തള്ളിപ്പറയാൻ ആ രാജ്യം തയ്യാറായില്ല. ഏറ്റവും അവസാനം ഇന്ത്യയെ വീണ്ടും ആക്രമിച്ചിരിക്കുകയാണല്ലേ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ രാജ്യം സാമ്പത്തികമായി കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്ന വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. അതെ, തീർച്ചയായിട്ടും വലിയ തോതിൽ ധനക്കമ്മി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ധനക്കമ്മി മാത്രമല്ല, വളരെ കുറഞ്ഞ വളർച്ചാ നിരക്ക്, അതുപോലെ തന്നെ നാണയപ്പെരുപ്പം, വിലക്കയറ്റം, ഇതൊക്കെ വളരെ രൂക്ഷമാണ്. ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്ക് വലിയ വ്യത്യാസം, വലിയ അകലമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ ഈ കയറ്റുമതി അത് വലിയ തോതിൽ പാകിസ്ഥാനിൽ നിന്ന് സംഭവിക്കുന്നില്ല. മറിച്ച് അവർക്ക് പലതും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു, ക്രൂഡ് ഓയിൽ അടക്കം. അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാൻ്റെ ധനക്കമ്മി നിയന്ത്രിക്കാനാകാത്ത വിധം താഴ്ന്ന നിലയിലേക്ക് പോയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് വർദ്ധിച്ച് അത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക നിലയെ വളരെ താഴ്ത്തിയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ വളർച്ചാ നിരക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വലിയ തോതിൽ നമ്മളൊക്കെ വലിയ രീതിയിൽ, അതായത് ഇന്ത്യയുടെ വളർച്ചാ നിരക്കും പാകിസ്ഥാനിൻ്റെ വളർച്ചാ നിരക്കും തമ്മിൽ ഒരു തരത്തിലും നമുക്ക് തുലനം ചെയ്ത് നോക്കാൻ പറ്റില്ല. വലിയ രീതിയിൽ മുന്നേറുന്ന ഇന്ത്യയുടെ 7 അയലത്ത് പോലും പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഈ വിദേശ നാണയ കരുതൽ ശേഖരം പാകിസ്ഥാനിൽ വളരെ കുറവാണ്. അവർക്ക് ശരിക്കു പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അത്യാഹിതമുണ്ടായാൽ 2 മാസം തികച്ചു പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പാകിസ്ഥാനിൽ ഉള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് എണ്ണയുടെ കരുതൽ ശേഖരമാകട്ടെ, വിദേശ നാണയത്തിൻ്റെ കരുതൽ ശേഖരമാകട്ടെ, ഒട്ടും തന്നെ ആശാവഹമല്ല പാകിസ്ഥാൻ്റെ സ്ഥിതി എന്ന് വ്യക്തമാക്കുന്നു. ഇതിനെല്ലാം ഉപരിയാണ് രാഷ്ട്രീയ അസ്ഥിരത. അവിടെ കൃത്യമായി ഒരു ഗവൺമെൻറ്റില്ല, ആ ഗവൺമെൻറ്റിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രതിപക്ഷമില്ല. പ്രതിപക്ഷ നേതാവ് ജയിലിൽ കിടക്കുന്നു. സർക്കാർ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത് സൈന്യമാണ്. സൈന്യത്തിനും പാക് ചാരസംഘടനയായ ISIക്കും വലിയ അപ്രമാദിത്വം ഭരണകൂടത്തിന് മേലുണ്ട്. കോടതികൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കോടതികളെ പോലും വിരട്ടുന്നത്, ഭീഷണിപ്പെടുത്തുന്നത് പതിവാണ് അവിടെ. ഇതിനെല്ലാം പുറമെയാണ് ഈ ഭീകര സംഘടനകളുടെ ആധിക്യവും. ഈ ഭീകര സംഘടനകളെ പോറ്റേണ്ട ചുമതലയും പാക് ഖജനാവിനുള്ളതാണ്. അപ്പോൾ അതായത് സൈന്യം നിയന്ത്രിക്കുന്ന, സൈനിക നിയന്ത്രണത്തിന്മേൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഈ ഭീകരവാദ സംഘടനകൾക്ക് അല്ലെങ്കിൽ ഭീകരവാദ പരിശീലനത്തിന് പണം സ്വന്തം ഖജനാവിൽ നിന്ന്, അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട അവസ്ഥയിലാണ്. അത് കൊടുത്തില്ലെങ്കിൽ സൈന്യം വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാക്കും. ഇതാണ് അവരുടെ ഒരു അവസ്ഥ. ഭാവി എന്താണ് എന്ന ചോദ്യത്തിന് പാകിസ്ഥാന് കൈമലർത്തുക മാത്രമേ വഴിയുള്ളൂ. അല്ല, അതാണ് ഈ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പട്ടിണി മൂലം മരണപ്പെടുമ്പോഴും ഒരു ഗോതമ്പ് പോലും ഇല്ല, അല്ലെ, ഒരു തരി ഗോതമ്പ് പോലും ഇല്ലാതെ അങ്ങനെ കഷ്ടപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു, സൈനിക അഭ്യാസം നടത്തുന്നു, അല്ലെ, ടാങ്കറുകളുണ്ട്, വിമാനങ്ങളുണ്ട്, പക്ഷേ കഴിക്കാൻ ആഹാരം മാത്രമില്ല. അതെ, അതാണ്. കുടിക്കാൻ വെള്ളവുമില്ല, കുടിക്കാൻ ഇനി വെള്ളവുമില്ല. വെടിയുണ്ടകൾ ഭക്ഷിച്ച് വിശപ്പടക്കുമോ എന്നാണ് പാകിസ്ഥാനോട് ചോദിക്കേണ്ടത്. എന്തായാലും ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകിയ സഹായം, പലപ്പോഴായിട്ട് നൽകിയിരിക്കുന്ന USAID-ൽ നിന്നൊക്കെ ലഭിച്ചിരിക്കുന്ന ധനസഹായം പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവനും ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഒപ്പം സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുമാണ്. ഈ സൈനിക ശക്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് സേനാ അംഗങ്ങൾ വേണമല്ലോ. അവർക്ക് കൃത്യമായിട്ട് ആഹാരവും ശമ്പളവും ഒക്കെ കൊടുക്കണ്ടേ? അതിന് സാധിക്കാത്ത വണ്ണം പാകിസ്ഥാൻ്റെ ഖജനാവ് പൂട്ടുന്ന നിലയിലേക്ക് എത്തി. പാകിസ്ഥാൻ മറ്റൊരു ഇറാനാണെന്നാണ് സംശയം. കാരണം ഇറാൻ ഇസ്രായേലിനെ വെല്ലുവിളിക്കും, അമേരിക്കയെ വെല്ലുവിളിക്കും, പക്ഷെ നല്ലൊരു വിമാനം പോലും ഇല്ല. വിമാനമില്ലാതെ അവിടുത്തെ ഭരണാധികാരി ഒരു ആക്രയ്ക്ക് വിൽക്കാനുള്ള ഒരു ഹെലികോപ്റ്ററിൽ കയറി യാത്ര ചെയ്ത് അത് പൊട്ടി തകർന്ന് ആള് മരിച്ചുപോയി. അതായത് സമാനമായ ഒരു രീതിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വരുന്നത്. റഷ്യ കണ്ടം ചെയ്യാൻ ഇട്ടിരുന്ന ഒരു ഹെലികോപ്റ്റർ, ആ ഹെലികോപ്റ്റർ കയറി എങ്ങോട്ടോ പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ആൾ മരണപ്പെട്ടത്. പക്ഷെ വെല്ലുവിളികളൊന്നും ചില്ലറയല്ല. ഇപ്പോൾ ഇവിടെ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ തന്നെ ഇത് ഇത്രയൊക്കെ പറയുമ്പോഴും അവിടുത്തെ റവന്യൂ വരുമാനം വളരെ കുറവാണ് പാകിസ്ഥാന്. അതുപോലെ തന്നെ അവിടുത്തെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ നിക്ഷേപം, വ്യവസായങ്ങളില്ല, ഉൽപ്പാദനമില്ല, കാർഷിക വൃത്തിയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ജനതയാണ് പാകിസ്ഥാനിലുള്ളത്. അതുതന്നെ ഈ പഞ്ചാബ്, പക്തൂൺ തുടങ്ങിയ മേഖലകളിലാണ്. അവിടെ ഈ പഞ്ചാബിലും സിന്ധിലുമൊക്കെയാണ് കൃഷി ധാരാളമായിട്ടുള്ളത്. അതേസമയം ഈ ബലൂചിസ്ഥാനൊക്കെ വരുന്ന പ്രദേശത്ത് കൃഷി അത്രയും
പുരോഗമിച്ചിട്ടില്ല, അല്ലെങ്കിൽ നന്നായിട്ട് കൃഷി വിളകളില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വരുമാനവും കുറവാണ്. ബാക്കി എല്ലാ മേഖലകളെയും പോറ്റുന്നത് ഈ പക്തൂൺ അടക്കം, ബലൂചിസ്ഥാൻ അടക്കം, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ അടക്കം പോറ്റുന്നത് ഈ പറയുന്നത് പോലെ ഇവരുടെ കൈവശമുള്ള പണമാണ്. ഈ പഞ്ചാബിൻ്റെയും സിന്ധിൻ്റെയും പണം അവർ കൃഷിയിലൂടെ നേടിയെടുക്കുന്ന പണമാണ്. ഇനിയിപ്പോൾ ഈ ഇന്ത്യ നദീജല കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് പിന്മാറിക്കഴിഞ്ഞാൽ ഈ പഞ്ചാബിലും സിന്ധിലും, പാകിസ്ഥാനിലെ പഞ്ചാബിലും സിന്ധിലും വരുന്ന ആ വലിയ തോതിലുള്ള കാർഷിക മേഖലയിലെ തിരിച്ചടി അത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് എന്ന് വിദഗ്ധന്മാർ വിലയിരുത്തുന്നു. അതും കൂടി ആ രണ്ട് മേഖലകൾ കൂടെ അസ്തമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മേഖലകൾ കൂടി തകർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ തകർച്ച സമ്പൂർണ്ണമാവും. പൗരന്മാർ ആ അന്നത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആയുധമെടുത്ത് തെരുവിൽ പോരടിക്കുന്ന കാഴ്ച പാകിസ്ഥാനിൽ നിന്ന് കാണാനാകും എന്ന് തീർച്ചയാണ്. ഏതാനും മാസങ്ങൾ മാത്രം പിടിച്ചു നിൽക്കാൻ, ഏതാണ്ട് 1.5-2 മാസം മാത്രം പിടിച്ചു നിൽക്കാനുള്ള കരുതലേ പാകിസ്ഥാൻ ഉള്ളൂ. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഭക്ഷണത്തിലും വലിയ കമ്മിയാണ്. ഈ ഭക്ഷണത്തിൽ ആ രാജ്യത്ത് വലിയ രീതിയിൽ കൃഷി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ ആ സിന്ധു നദീ തട കരാറിൽ നിന്നും പിന്മാറിയതിനു ശേഷം ആ രാജ്യം വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അല്ലാതെ തന്നെ പട്ടിണി, ഇനി കൂടുതൽ പട്ടിണിയിലേക്ക് പോവുകയാണ് ആ രാജ്യം. തീർച്ചയായിട്ടും ഈ നദീജല കരാറിൽ നിന്ന് ഇന്ത്യ ഏകപക്ഷീയമായിട്ട് പിന്മാറിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം, ഈ പഞ്ചാബിനും സിന്ധിനും വെള്ളം കിട്ടാതെയാവും. അവിടുത്തെ കൃഷി ഈ പറയുന്ന സിന്ധു നദിയിലെ ജലത്തെ, ഇൻഡസ് റിവറിലെ ജലത്തെ ആശ്രയിച്ചു കൊണ്ടുള്ളതാണ്. അത് നിന്നുപോയാൽ, ആ ജലം കിട്ടാതെയായാൽ വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാന് സംഭവിക്കുക, പ്രത്യേകിച്ചും ഈ പഞ്ചാബിലും സിന്ധിലും. അങ്ങനെ തിരിച്ചടി സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ, അതായത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ മറ്റ് നിരവധി മേഖലകളെ അത് ബാധിക്കും. ഈ പറഞ്ഞതുപോലെ ഈ ഭീകരവാദ സംഘടനകളെ പോറ്റാൻ, ഭീകരവാദികളെ പോറ്റാൻ പാകിസ്ഥാൻ സ്വന്തം ഖജനാവിൽ നിന്നാണ് പണം എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു സംഭവമുണ്ട്. അത് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടാണ്, അല്ലേ? ഹാപ്പിനെസ് ഇൻഡെക്സ്. അതിൽ ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളല്ല ഇന്ത്യ താഴെയാണ്. അതെ, 145 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയും അതിൻ്റെ എത്രയോ താഴെ നിൽക്കുന്ന പാകിസ്ഥാനെയും തമ്മിൽ നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവെങ്കിലും വേണമല്ലോ. അവർ തിരിച്ചാണോ പട്ടിണി, ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യത്തേക്കും കൂടുതൽ സന്തോഷം? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ കണക്കനുസരിച്ച് അങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് ദാരിദ്ര്യം, പണ്ട് അദ്ദേഹം പറഞ്ഞാണല്ലോ, ദാരിദ്ര്യം ഒരു മാനസികാവസ്ഥയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ദാരിദ്ര്യം ഒരു മാനസികാവസ്ഥയാണ്. പക്ഷെ പട്ടിണിപ്പാവങ്ങൾക്ക് ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത പട്ടിണിപ്പാവങ്ങളെ സംബന്ധിച്ച് അതൊരു മാനസികാവസ്ഥയല്ല. അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയുമാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കണം. അത് എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. അപ്പോൾ ഈ നീറോ ചക്രവർത്തി വീണ വായിച്ച് രസിച്ചതുപോലെ, വയലിൻ വായിച്ചൊക്കെ രസിച്ചതുപോലെ പറയുകയാണ് ദാരിദ്ര്യം ഒരു മാനസികാവസ്ഥയാണെന്ന്. എന്തായാലും പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വളരെ 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 മോശമാണ്. വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഒപ്പം ഈ നമ്മൾ ഏകപക്ഷീയമായിട്ട് ഈ നദീജല കരാറിൽ നിന്ന് പിന്മാറുക കൂടി ചെയ്താൽ, അല്ലെങ്കിൽ ആ പിന്മാറാനുള്ള തീരുമാനമെടുത്തു, അത് വരുന്ന മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങും. അതുകൂടി സംഭവിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വലിയ തോതിൽ ഒരു എന്താ പറയുക, രാജ്യത്തിനുള്ളിൽ ഒരു വലിയ ജനകീയ കലാപം നടക്കുന്നത് കാണാൻ സാധിക്കും. ജനങ്ങൾ വെള്ളത്തിനും ആഹാരത്തിനും വേണ്ടി പരസ്പരം കൊല്ലുന്ന ഒരു കാഴ്ച ആണ് ലോകം കാണാൻ പോകുന്നത്. അത്ര ദാരുണമായൊരവസ്ഥയിലേക്ക് പാകിസ്ഥാനെ നയിക്കാൻ അവിടുത്തെ സൈനിക നേതൃത്വത്തിനും അവിടുത്തെ ഭരണകൂടത്തിനും അവിടുത്തെ മറ്റ് സംവിധാനങ്ങൾക്കും, ഈ പറഞ്ഞതുപോലെ ഭീകര സംഘടനകൾക്കും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.